ഹലോ വെൽക്കം ടു റെഡ് ഷോർട്ട് ടോക്സ്. ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ തന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നാളത്തെ കാര്യം, അതായത് സെപ്റ്റംബർ 10, 2025 നിഫ്റ്റി 50 സൂചിക, അതിലെ സാധ്യതകളാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് സെപ്റ്റംബർ 9 എങ്ങനെയായിരുന്നു? നാളേക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ, പിന്നെ എവിടെയൊക്കെ വാങ്ങാനും വിൽക്കാനും അവസരങ്ങൾ ഉണ്ടാവാം, ഇതൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കേ, അപ്പോ തുടങ്ങാല്ലേ? തീർച്ചയായും. ഓരോ ദിവസത്തെയും ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം മാർക്കറ്റ് എവിടെ നിന്നു, പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ ഏതൊക്കെ, ഇതൊക്കെ നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ തന്ന ചാർട്ട് വെച്ച് നമുക്ക് ഇന്നത്തെ അവസ്ഥ നോക്കാം ആദ്യം. ശരിയാണ്. ഇപ്പോ നോക്കുമ്പോ നിഫ്റ്റി ഏകദേശം 24,868 ആ ഒരു റേഞ്ചിലാണല്ലോ. അതെ, അത് ശരിയാണ്. ഒരു ബുള്ളിഷ് റിക്കവറി സ്ട്രക്ചർ എന്ന് പറയാം, അതായത് തിരിച്ചു കയറാനുള്ള ഒരു ശ്രമം. ഓക്കേ, പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട തടസ്സത്തിലാണ്. ഒരു സപ്ലൈ സോൺ എന്ന് പറയും. സപ്ലൈ സോൺ? അതെ, 24,880 തൊട്ട് 24,920 വരെയുള്ള ആ ഒരു ഏരിയ. മനസ്സിലായി. മുമ്പ് വിര അവിടെ തട്ടി താഴേക്ക് വന്നിട്ടുണ്ട്, ഒരു റിജക്ഷൻ. അതുകൊണ്ട് ആ സോൺ നാളേക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു കടമ്പയാണ് ശരിക്കും. ഈ സോണുകള്, സപ്ലൈ, ഡിമാൻഡ്, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവണമെങ്കിൽ എങ്ങനെ പറയാം? പിന്നെ പ്രധാനപ്പെട്ട ഡിമാൻഡ് സോണുകൾ ഏതൊക്കെയാണ് ഇപ്പോ? ലളിതമായി പറഞ്ഞാൽ സപ്ലൈ സോൺ, അതായത് ഈ 24,880-920, അതൊരു വിൽക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. വില അങ്ങോട്ട് എത്തുമ്പോൾ ആളുകൾ ലാഭമെടുക്കാനും പുതിയതായി വിൽക്കാനും നോക്കും. അപ്പോ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വരാം. ഓക്കേ, സെല്ലർസ് ആക്റ്റീവ് ആവും. അതെ, ഡിമാൻഡ് സോൺ നേരെ തിരിച്ച് ഒരു വാങ്ങാൻ സാധ്യതയുള്ള ഏരിയ. വില കുറഞ്ഞങ്ങോട്ട് വരുമ്പോൾ വാങ്ങാൻ ആളുകൾ താൽപ്പര്യം കാണിക്കും. അവിടെ വിലയ്ക്കൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തന്ന വിവരം വെച്ച് നോക്കുമ്പോൾ പ്രധാനമായും 3 ഡിമാൻഡ് സോണുകൾ ശ്രദ്ധിക്കണം. ഒന്ന്, തൊട്ടടുത്തുള്ളത് 24,800 തൊട്ട് 840 വരെ. വില ഇപ്പോൾ അതിന്റെ തൊട്ടു മുകളിലാണ്. ഒരു കൺസോളിഡേഷൻ പോലെ, അധികം മുന്നോട്ട് പോകുന്നില്ല. അവിടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നു. അതെ, ഒരു സ്റ്റെബിലിറ്റി. ഇനി കുറച്ചുകൂടി താഴെ രണ്ടാമത്തേത് 24,720 തൊട്ട് 760 വരെ. ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്, കാരണം മുമ്പ് വില അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒരു ടെസ്റ്റഡ് സോണാണ്. ഓക്കേ, കൊണ്ട് ഒരു വലിയ വീഴ്ച വന്നാൽ ഇതാണ് പ്രധാനപ്പെട്ട താങ്ങ്. ശരി, മനസ്സിലായി. നിങ്ങൾ തന്ന നോട്ടിൽ RSI, അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, ഏകദേശം 60-ലാണെന്നും പറയുന്നുണ്ടല്ലോ. എന്താണ് അതിന്റെ പ്രാധാന്യം? ആ 60 എന്ന വാല്യൂ വെച്ച് എന്ത് മനസ്സിലാക്കാം? RSI 60-ൽ നിൽക്കുന്നത് അതൊരു നല്ല പോയിന്റാണ്. RSI മാർക്കറ്റിലെ ഒരു ശക്തി അളക്കുന്ന ഇൻഡിക്കേറ്റർ ആണല്ലോ. 60 എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഇപ്പോഴും ബുള്ളിഷ് സ്ട്രെങ്ത്, അതായത് വാങ്ങുന്നവരുടെ താൽപ്പര്യം ബാക്കിയുണ്ട്. എന്നാൽ ഓവർബോട്ടായിട്ടുമില്ല. അതായത് 70-ൽ മുകളിലോട്ടൊന്നും പോയിട്ടില്ല, അമിതമായി വാങ്ങിക്കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ മീനിങ് എന്താന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ റെസിസ്റ്റൻസ് 24,920 അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ മാർക്കറ്റിന് കഴിഞ്ഞാൽ പോകില്ല, കുറച്ചുകൂടി മുന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ RSIയും ഒരു പോസിറ്റീവ് സൈഡ് കാണിക്കുന്നുണ്ട്, പക്ഷേ ആ കടമ്പ മുന്നിലുണ്ട്. ഇവിടെയാണ് ശരിക്കും കളി മാറുന്നത്. അപ്പോൾ നാളെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ എപ്പോഴാണ് ലോങ് പോകാൻ, അതായത് വാങ്ങാൻ നല്ല അവസരം? എവിടെയായിരിക്കും എൻട്രി? നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് ആ സപ്ലൈ സോൺ 24,880-920. അതിന് മുകളിലേക്ക് ഒരു ബ്രേക്ക്ഔട്ട് നടക്കുന്നുണ്ടോ എന്നാണ്. അതിനെ ഭേദിക്കുന്നുണ്ടോന്ന്? അതെ, കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ നല്ല വോളിയത്തോടെ, അതായത് നല്ല കച്ചവടം നടന്ന് 24,920 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്ഥിരീകരണമാണ്. വോളിയം പ്രധാനം. അതെ, വോളിയം വളരെ പ്രധാനം. കാരണം വോളിയം കുറഞ്ഞ ബ്രേക്ക്ഔട്ട് ചിലപ്പോൾ ഫേക്ക് ആവാം. അപ്പോൾ അങ്ങനെ നല്ല വോളിയത്തോടെ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ ഒരുപക്ഷേ 24,930 കടക്കുമ്പോൾ ഒരു ലോങ് എൻട്രി ആലോചിക്കാം. ശരി, അപ്പോ അങ്ങനെ 930 മുകളിൽ എൻട്രി എടുത്തു. സ്വാഭാവികമായും എവിടെ ലാഭമെടുക്കണം? ടാർഗറ്റുകൾ എന്തൊക്കെയായിരിക്കും? പിന്നെ എങ്ങാനും താഴോട്ട് വന്നാൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കണം, അതും പ്രധാനമല്ലേ? തീർച്ചയായും. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത്.
അപ്പോ ഈ ബ്രേക്ക്ഔട്ട് എൻട്രി വിജയിച്ചാല് 2 പ്രധാന ടാർഗറ്റുകൾ കാണുന്നുണ്ട്. ഒന്ന് T1 25,000. റൗണ്ട് നമ്പർ. അതെ, അതൊരു സൈക്കോളജിക്കൽ ലെവലാണ്. പലരും അവിടെ ലാഭമെടുക്കാൻ നോക്കും. അത് കടന്നാല് അടുത്ത ടാർഗറ്റ് T2 25,080. ചാർട്ട് അനുസരിച്ചുള്ള അടുത്ത റെസിസ്റ്റൻസ് അവിടെയാണ്. ഓക്കെ, 25,080. ഇനി സ്റ്റോപ്പ് ലോസ്. എൻട്രി എടുത്ത ശേഷം വില തിരിച്ച് ആ സപ്ലൈ സോണിന്റെ ഉള്ളിലേക്ക്, അതായത് 24,920 താഴേക്ക് വന്നാൽ പിന്നെ പിടിച്ചു നിൽക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഏകദേശം 24,850 ലെവലിൽ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഒരു സേഫ് ഓപ്ഷനാണ്. റൈറ്റ്, 24,850. അപ്പോൾ ബ്രേക്ക്ഔട്ടിന്റെ കാര്യം ക്ലിയറായി. ഇനി വേറൊരു സിനാരിയോ, മാർക്കറ്റ് ആ 24,920 ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അവിടെ തട്ടി താഴേക്ക് വരാൻ തുടങ്ങിയാലോ? അപ്പോൾ പിന്നെ ലോങ് എൻട്രിക്ക് സ്കോപ്പില്ലേ? അതോ താഴെ എവിടെയെങ്കിലും നോക്കാമോ? നല്ല ചോദ്യം. അതിനും സാധ്യതയുണ്ട്. ഒരു ഓൾട്ടർനേറ്റ് ലോങ് എന്ന് പറയാം. വില 920 ബ്രേക്ക് ചെയ്യാതെ താഴോട്ട് വന്നാൽ ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഡിമാൻഡ് സോണിലെ 24,760 തൊട്ട് 800 വരെ. ആ ടെസ്റ്റഡ് സോൺ. അതെ, അങ്ങോട്ടൊരു പുൾ ബാക്ക് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വില അങ്ങോട്ടിറങ്ങി വന്നിട്ട് അവിടെ വെച്ച് താഴോട്ടുള്ള വീഴ്ചയുടെ ശക്തി കുറയുകയും തിരിച്ചു കയറാനുള്ള ലക്ഷണം കാണിക്കുകയും ചെയ്താൽ, ഉദാഹരണത്തിന് ഒരു നല്ല ബുള്ളിഷ് റിവേഴ്സൽ കാൻഡിൽ, ഒരു ഹാമറോ പിൻബാറോ പോലെ എന്തെങ്കിലും നല്ല വോളിയത്തോടെ, അതെ, നല്ല വോളിയത്തോടെ രൂപപ്പെട്ടാൽ അതും ഒരു വാങ്ങാനുള്ള അവസരമായി കാണാം. ആ കാൻഡിൽ ക്ലോസ് ചെയ്തതിനു ശേഷം അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ആ കാൻഡിലിന്റെ ലോയ്ക്ക് താഴെ വയ്ക്കാം. ഓക്കെ, വളരെ വ്യക്തമായി. അപ്പോൾ ലോങ് പോകാനുള്ള 2 സാധ്യതകളും പറഞ്ഞു. ഇനി മറ്റേ സൈഡ് നോക്കാം. മാർക്കറ്റ് താഴേക്ക് പോകാനാണ് ലക്ഷണമെങ്കിൽ ഷോർട്ട് സെല്ലിന്, അതായത് വിൽക്കാൻ, എവിടെയാണ് നമ്മൾ അവസരം നോക്കേണ്ടത്? ഷോർട്ട് സൈഡ് നോക്കുമ്പോൾ ഇവിടെയും കീ പോയിന്റ് സപ്ലൈ സോൺ തന്നെയാണ്. 24,900, 24,920. അവിടെ നിന്നുള്ള ഒരു റിജക്ഷൻ, മുകളിലേക്ക് പോകാൻ പറ്റാതെ വരുന്നത്. അതെ, ധ്യാൻ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നു, പക്ഷേ 920 കടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് താഴേക്ക് തിരിയുന്നതിന്റെ വ്യക്തമായ സൂചന വരുന്നു. ഒരു ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ അവിടെ രൂപപ്പെട്ടാൽ, ഉദാഹരണത്തിന് ഒരു ബെയറിഷ് എൻഗൾഫിംഗ്, അതായത് മുമ്പത്തെ പച്ച കാൻഡിലിനെ മുഴുവനായി വിഴുങ്ങുന്ന ഒരു വലിയ ചുവപ്പ് കാൻഡിൽ. അത് സ്ട്രോങ് സിഗ്നൽ ആണല്ലോ. അതെ, അത് ശക്തമായ വിൽപ്പന സമ്മർദ്ദം കാണിക്കുന്നു. അങ്ങനെയൊന്ന് 15 മിനിറ്റ് ചാർട്ടിൽ കണ്ടാൽ അത് ഷോർട്ട് പോകാനുള്ള ഒരു അവസരമായി പരിഗണിക്കാം. ആ കാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാം. ശരി, അപ്പോ സപ്ലൈ സോണിലെ റിജക്ഷൻ നോക്കി ഷോർട്ട് പോകാം. അങ്ങനെ പോയാൽ ടാർഗറ്റുകളും സ്റ്റോപ്പ് ലോസും എങ്ങനെയായിരിക്കും? താഴേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടാർഗറ്റുകൾ അടുത്ത സപ്പോർട്ട് സോണുകളാവും. 24,800, ആ തൊട്ടടുത്തുള്ള ഡിമാൻഡ് സോണിന്റെ തുടക്കം. 24,720, അടുത്ത ഡിമാൻഡ് സോണിന്റെ തുടക്കം. ഓക്കെ, സ്റ്റോപ്പ് ലോസോ? സ്റ്റോപ്പ് ലോസ് എപ്പോഴും പ്രധാനമാണ്. ഷോർട്ട് എടുത്ത ശേഷം വില തിരിച്ചു മുകളിലേക്ക്, ആ സപ്ലൈ സോണിന് മുകളിലേക്ക് പോയാൽ നമ്മൾ മാറണം. അപ്പോ ആ റിജക്ഷൻ വന്ന സോണിന് തൊട്ടു മുകളിലായി ഒരു 24,940 ലെവലിന് മുകളിൽ വെക്കുന്നത് സേഫ് ആയിരിക്കും. റൈറ്റ്, 940 മുകളിൽ. ഇനി ഇതല്ലാതെ ഷോർട്ട് പോകാൻ വേറെ സാധ്യതയുണ്ടോ? ഒരുപക്ഷെ വില അത്രയും മുകളിലോട്ട് പോയില്ല, ഇപ്പോഴത്തെ ലെവലിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി താഴെ നിന്നോ ഒരു വീഴ്ച തുടങ്ങിയാലോ? ഉണ്ട്, അതും സംഭവിക്കാം. ഓൾട്ടർനേറ്റ് ഷോർട്ട് എന്ന് പറയാം. വില ഒരുപക്ഷെ ആ മുകളിലെ സോൺ വരെ പോയില്ലാന്ന് കരുതുക. പകരം താഴേക്ക് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ 24,720, 760 ഡിമാൻഡ് സോൺ ഉണ്ടല്ലോ, അതിന്റെ താഴത്തെ ലെവൽ, അതായത് 24,760. ആ സപ്പോർട്ട് ലെവൽ. അതെ, ആ 24,760 ലെവലിന് താഴേക്ക് വില നല്ല വോളിയത്തോടെ ബ്രേക്ക് ഡൗൺ ആയാൽ, അതായത് ആ സപ്പോർട്ട് തകർന്നാൽ, അതും ഒരു ഷോർട്ട് എൻട്രിക്കുള്ള സിഗ്നലാണ്. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ 24,680 ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് ആ ബ്രേക്ക് ഡൗൺ നടന്ന കാൻഡിലിന്റെ ഹൈക്ക് മുകളിൽ വെക്കാം. ഗ്രേറ്റ്. അപ്പോ ലോങ് ഷോർട്ട് 2 സൈഡിലെയും പ്രധാന എൻട്രികളും ലെവലുകളും ബദൽ സാധ്യതകളും നമ്മൾ നോക്കി. ഇതിന്റെയൊക്കെ ഒരു ആകത്തുക എന്താണ്? നാളത്തേക്ക് ബുള്ളിഷാണോ ബെയറിഷാണോ ചാൻസ് കൂടുതൽ? എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? അതാണ് ഇപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. നമ്മൾ സംസാരിച്ചതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, മാർക്കറ്റ്
ഒരു നിർണായക പോയിന്റിലാണ്. ആ 24,880, 24,920 സപ്ലൈ സോണിന്റെ തൊട്ടടുത്ത്. അതുകൊണ്ട് ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ചായുന്നില്ല. അതെ, കൃത്യമായി ഒരു ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് ബയസ് ഇപ്പൊ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. നാളത്തെ തന്ത്രം ശരിക്കും ആ സോണിനോടുള്ള വിലയുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും. അതാണ് കീ. ഓക്കെ. സോൺ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ ലോങ് സൈഡ് നോക്കുക. അവിടെ റിജക്റ്റ് ചെയ്ത് താഴേക്ക് വന്നാൽ ഷോർട്ട് സൈഡ് നോക്കുക. അത്രയുള്ളൂ കാര്യം. അതായത് ആ സോണാണ് ഹീറോ. അതെ, നാളത്തേക്ക് ആ സോണാണ് കളി തീരുമാനിക്കുന്നത്. ഇനി ചിലർ ഈ റേഞ്ചിനുള്ളിൽ കളിക്കാറുണ്ടല്ലോ, അതായത് 920നും 760നും ഇടയിൽ. അവർക്ക് വല്ല സ്കോപ്പും ഉണ്ടോ, സ്കാൽപ്പിംഗ് പോലെ? തീർച്ചയായും. നല്ലൊരു പോയിന്റാണ്. ഒരു വ്യക്തമായ ബ്രേക്ക് ഔട്ടോ 920 മുകളിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ 760 താഴെ വരുന്നതുവരെ മാർക്കറ്റ് ഒരുപക്ഷെ ഈ റേഞ്ചിനുള്ളിൽ, അതായത് 760നും 920നും ഇടയിൽ കുറച്ചുകൂടി സമയം നിന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സിന് വേണമെങ്കിൽ റേഞ്ചിന്റെ മുകളിൽ 900-920 അടുത്ത് ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഷോർട്ട് ചെയ്യാനും താഴെ 760-800 അടുത്ത് സപ്പോർട്ട് എടുക്കുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസിൽ ലോങ് പോകാനും നോക്കാം. സ്കാൽപ്പിംഗ് പോലെ. പക്ഷേ റിസ്ക് കൂടുതലാണല്ലേ? ഓർക്കണം, റേഞ്ച് എപ്പോ വേണമെങ്കിലും ബ്രേക്ക് ആവാം. പെട്ടെന്നൊരു മൂവ് വന്നാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. അതുകൊണ്ട് വളരെ കണിശമായ സ്റ്റോപ്പ് ലോസും ചെറിയ ടാർഗറ്റുകളും വെച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ശരിയാണ്. വളരെ വിശദമായി നമ്മൾ കാര്യങ്ങൾ നോക്കി. അപ്പോ നാളത്തേക്ക് സെപ്റ്റംബർ 10ലേക്ക് ശ്രദ്ധിക്കേണ്ട ആ പ്രധാന ലെവലുകളും തന്ത്രങ്ങളും ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാമോ, ഒരു സംഗ്രഹമായിട്ട്? ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തന്ന വിവരങ്ങൾ വെച്ചുള്ള പ്ലാൻ ഇതാണ്. ലോങ് പോകാൻ ബൈ 24,920 മുകളിൽ 15 മിനിറ്റ് കാൻഡിൽ വോളിയംതോടെ ക്ലോസ് ചെയ്താൽ 24,930 മുകളിൽ വാങ്ങാം. ടാർഗറ്റ് 25,000, 25,080. സ്റ്റോപ്പ് ലോസ് 24,850 താഴെ. ഓൾട്ടർനേറ്റീവ് 24,860-800 ബുള്ളിഷ് റിവേഴ്സൽ. ഷോർട്ട് പോകാൻ സെൽ. ഒന്നുകിൽ 24,900-920 റിജക്ഷൻ വന്നാൽ, അല്ലെങ്കിൽ 24,760 താഴെ ബ്രേക്ക് ഡൗൺ ആയാൽ റിജക്ഷൻ ടാർഗറ്റ് 24,800, 24,720. സ്റ്റോപ്പ് ലോസ് 24,940 മുകളിൽ. ബ്രേക്ക് ഡൗൺ ടാർഗറ്റ് 24,720, 24,650. സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഡൗൺ കാൻഡിലിന് മുകളിൽ. ഓക്കെ. ഏറ്റവും പ്രധാനം 24,880, 920 സോണിന്റെ പ്രതികരണം നോക്കുക. അപ്പോ നിങ്ങൾ പങ്കുവച്ച ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നാളത്തെ നിഫ്റ്റി 50ലെ സാധ്യതകളെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. പ്രധാന ലെവലുകൾ, എൻട്രി, എക്സിറ്റ് സ്ട്രാറ്റജി എല്ലാം നമ്മൾ സംസാരിച്ചു. അതെ, പക്ഷേ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ തന്ന വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനമാണ്. ശരിയാണ്. യഥാർത്ഥ മാർക്കറ്റ് സാഹചര്യങ്ങൾ മാറാം, വാർത്തകൾ വരാം, ആഗോള കാര്യങ്ങൾ ബാധിക്കാം. അതുകൊണ്ട് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി ഒന്നുകൂടി നോക്കുക, റിസ്ക് മാനേജ്മെന്റ് കൃത്യമായി പാലിക്കുക, സ്റ്റോപ്പ് ലോസ് നിർബന്ധം. ഇതൊരു സാമ്പത്തിക ഉപദേശമല്ല, ഒരു വിവര വിശകലനം മാത്രമാണ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനി നിങ്ങൾക്കായി ഒരു ചിന്ത. നമ്മളിപ്പോൾ ഈ ചാർട്ടും ലെവലും ടെക്നിക്കൽ കാര്യങ്ങളുമാണ് കൂടുതൽ നോക്കിയത്. അത് വേണം താനും. പക്ഷേ ഇതല്ലാതെ നാളത്തെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വേറെ ഘടകങ്ങളുണ്ടാവില്ലേ? ഉണ്ടാവാം. ഒരുപക്ഷെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഗ്ലോബൽ ന്യൂസ്, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ റിസൾട്ട്, അല്ലെങ്കിൽ RBIയുടെ എന്തെങ്കിലും പ്രഖ്യാപനം, അങ്ങനെ പലതും. അപ്പോൾ ഈ ടെക്നിക്കൽ അനാലിസിസിന്റെ കൂടെ ഈ ഫണ്ടമെന്റൽ കാര്യങ്ങൾ കൂടി എങ്ങനെ പരിഗണിക്കാം എന്നാലോചിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ട്രേഡിംഗ് തീരുമാനങ്ങൾക്ക് കുറച്ചുകൂടി ഒരു വ്യക്തത നൽകില്ലേ? അതുകൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇന്നത്തെ ഈ വിശദമായ ചർച്ചയ്ക്ക് ഒരുപാട് നന്ദി. ഓക്കെ. അടുത്ത തവണ പുതിയ വിവരങ്ങളും വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.